മച്ചാമാരേതാ നമ്മളിന്ന് വിടാൻ പോകുന്നത് നമ്മളെ കത്തങ്ങ കുഞ്ഞിതാ ഈ 2 കത്തങ്ങളായിട്ട് വിടുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4:30 ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളതാ സബ്ജ കുഞ്ഞനും മൈനക്കുഞ്ഞനാണ് ഇട്ടത്. ഞാനിതാ ഈ മൈനക്കുഞ്ഞൻ ഇതിനൊക്കെ ഒന്നതാ പെട്ടിയിലേക്ക് അയക്കാലത്തെ കൂടൊന്നുമില്ല കേട്ടോ, കൂടും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മളെ കള. ഏകദേശം ഇതാ ഇങ്ങനെയാണ്. പ്രാവ് ഇറങ്ങാതായി ലൈനിൻ്റെ മുകളിലോട്ട് ഇറങ്ങാം. അതവിടെ കാടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് പകുതിയാക്കിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രാനൊക്കെ ഒന്ന് കൂടുതലാക്കിയിട്ട് ബാക്കിയാണ്. ഇപ്പോൾ മച്ചമാരെ നമ്മളത് വെണ്ണീർ കത്തങ്ങയിലുള്ള കുഞ്ഞിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്തായാലും ഒന്ന് പറപ്പിക്കട്ടോ. അപ്പോൾ ഒരു കുഞ്ഞിനെ പറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത കത്തങ്ങ കുഞ്ഞിനെ പിടിക്കട്ടോ. അപ്പോൾ ഈ കുഞ്ഞൻ വന്നിട്ട് ചെമ്പൻ കത്തങ്ങയിൽ ഇറങ്ങിയൊരു പ്രാവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനും കൂടിയും പറപ്പിക്കാം. ഇപ്പോൾ ഇതാ 2 കുഞ്ഞന്മാരെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞതാ കയറി വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഒരു കുഞ്ഞൻ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മറ്റേ കുഞ്ഞൻ 2 കൂടി തുണയായിട്ട് ഒന്ന് പറക്കും. ഇപ്പോൾ 2 കുഞ്ഞന്മാർ ഇതാ കളത്തിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നീളം വലിഞ്ഞിട്ടോ പ്രാക്കൾ പറക്കുക. പിന്നെ വെച്ചാൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടാട്ടോ എടുക്കുന്ന, ലെങ്ത്ത് കൂടെ ഉണ്ടാവുക വിചാരിച്ചിട്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല മുകളിൽ കയറി പ്രാവ് പറക്കുന്നുണ്ട്. നമ്മളവിടെ നാട്ടിലൊരു നായ കേട്ടോ. ഇത് പൂച്ചനെ നല്ല വൃത്തി പിടിക്കും. പൂച്ചനെ പറഞ്ഞാൽ പൂച്ചനെ അടുപ്പിക്കും. റാമ്പോ റാമ്പോ പൂച്ച 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 പിടി 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 പൂച്ച 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 കണ്ടോ കേട്ടോ. ഒക്കെ നീളം വലിയ ഇങ്ങനെ പറക്കുക ചെയ്യാത്ത സീന്. അതേ വെച്ചാൽ ഒന്നാമത് ഫസ്റ്റ് ട്രെയിനിങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ടൈമിലേക്ക് കയറാൻ അതിനെ പറവയ്ക്കൊക്കെ മാറ്റം വരും കേട്ടോ. ഒരു അരപ്രാവിൽ അങ്ങനെ പറക്കുള്ളൂ കേട്ടോ. വാക്കള് വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ വിട്ടിട്ട് പ്രാക്കൾ ഇരുട്ടായിപ്പോയി. തലേന്ന് കൈമ കിട്ടിയാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി നമുക്കറിയില്ല കേട്ടോ. ഒന്നാമത് കയറ്റി വിടാത്ത എന്താ വെച്ചാൽ കത്തിരിമേനെ ശല്യമുണ്ട് കേട്ടോ. പിന്നെ ടൈമുണ്ട്, ജനുവരി ആയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അതാണ് വലിയ ടൈമിലേക്ക് ഒന്നും കയറ്റാത്ത. ഒന്നാമത് വേഗം ഇട്ടാവുകയും ചെയ്യല്ലോ. ഇവിടെ ഒന്നാമത് സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ പ്രാവ് പറപ്പിക്കുന്നത്. ലൈറ്റ് ഒരു കാര്യങ്ങളും ഇല്ല. അവയക്കൂടെ ഞങ്ങൾ നോക്കി എന്താ സ്ഥിതി നോക്കിയതാ. ഇതാണ് അവയക്കൂട് ഈ കാണുന്നത്. ഒരു കുണ്ടിലാണ് സംഭവം സ്ഥലം. അതായത് ഒരു കുഴിയായ സ്ഥലത്താണ് നമ്മൾ പ്രാവ് പറ്റുന്നത്. അത് കണ്ടോ, ഫുള്ള് മരവും കാര്യങ്ങളും. മുമ്പേ തന്നെ തെങ്ങുണ്ട്. ഈ തെങ്ങുണ്ടോ, ഈ തെങ്ങൊരു സീനാണ്. അതേപോലെ അവിടെ ഒരു മരം ഈ മരവും ചുറ്റിറങ്ങാൻ കഴിയില്ല പ്രാക്കൾക്ക്. പിന്നെ പ്രാക്ക പിന്നെ ഞങ്ങൾക്ക് നമ്മളിതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. വലിയ സീനൊന്നും ഇല്ലാണ്ട് നമുക്ക് ലൈറ്റ് സോളാറിൻ്റെ എന്താ ലൈറ്റ് എന്തായാലും സെറ്റ് ചെയ്യണം. കാരണം അല്ലാണ്ട് പ്രാക്കളെ കൈമ കിട്ടൂല. അപ്പം ഞാൻ എന്തായാലും നമ്മൾ സബ്ജ കുഞ്ഞാൻ എന്തായാലും ഒന്നിനടുത്ത് പറപ്പിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ വിട്ടിട്ട് പ്രാവ് ഒരു മണിക്കൂർ പറന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ വെറുതെ സ്റ്റോപ്പാക്കി വെക്കണ്ടല്ലോ. മെല്ലെ ഒന്ന് ചുറ്റിപ്പ് എന്നുള്ളതിൽ എടുത്ത് പുറത്തിടണം. ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിൽക്കും കേട്ടോ പ്രാക്കൾ. ഒരു അരപ്രാവിൽ 2 തെങ്ങിന് ലെവലിൽ ഇങ്ങനെ വർക്കുള്ളേ. അപ്പോൾ നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്ത് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്ത്. ഇതൊരു നമ്മളെ ഗ്രൗണ്ടിന് കേട്ടോ, ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിന് ഈ സംഭവം. ഇത് പിന്നെ ഒരു കൃഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരത്തിയതാണ്. നമ്മൾ അവയക്കൂട് അതാട്ടോ. ഈ തെങ്ങ ഞാൻ പറഞ്ഞ നേരത്തെ, ഈ തെങ്ങും പിന്നെ ഈ മരം കണ്ടില്ലേ, ഈ മരവും സീനാണ്. പിന്നെ ഇവിടെ ഉണ്ടോ ബാക്കിൽ തന്നെ ഒരു മരം ഉണ്ട്. നമുക്ക് ഈ ചില്ലകളൊക്കെ ഒന്ന് വെട്ടിയൊതുക്കണം. ഇവിടെ ചില്ല ഉണ്ടേനി, ഇത് വലിയൊരു മരേനി. ഇത് ഞാൻ മുറിച്ചത് തട്ടി പോലെ ആക്കിയിട്ടതാണ് കേട്ടോ. പിന്നെ ഈ കാടൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഈ കാണുന്ന അവക്കൂടെ നമ്മൾ കുറച്ച് അവിടേക്ക് വെക്കും, ആ ഭാഗത്തേക്ക്. അതിപ്പോൾ മരം ഇത് നിൽക്കുന്നില്ലേ, ആ ഭാഗത്തേക്ക് വെക്കും. അതാ കയറി വരുന്നുണ്ടേ. ഒന്ന് കാണുന്നുണ്ടോ എനിക്ക്
മനസ്സിലാവില്ല. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതാ കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയിട്ടുണ്ട്. അപ്പോൾ 2 തെങ്ങിൻ്റെ ലെവലിലാട്ടോ പറക്കുന്നത്. പ്രാക്കൾ ഇടയ്ക്ക് ഇട്ടിലേക്ക് പോകുന്ന പരിപാടി ഉണ്ട്. 2 വട്ടം ഇട്ടായതാണ്. മച്ചന്മാരെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള നമ്മൾ പ്രാവ് വർക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇനി ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. നല്ല നല്ല വർഗ്ഗം പ്രാവ് നമ്മൾ സെയിലിന് ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ കുഞ്ഞന്മാരൊക്കെ നമ്മൾ സെയിലിന് ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് എന്തായാലും വേണം. അവിടെ എന്തോ കാക്കേൻ്റെ ഒക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അവർക്കറിയാം. ആ ഭാഗത്തുനിന്ന് കാക്കേൻ്റെ ഒക്കെ സീനുണ്ട്. അപ്പോൾ ഇനി കുറച്ചെണ്ണം കൂടി നമുക്ക് പറപ്പിക്കാണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞന്മാരും കൂടി ഉണ്ട്. നമുക്ക് 2 സബ്ജ കുഞ്ഞന്മാരുണ്ട്. അതേപോലെ തന്നെ 2 വെള്ള ഒരു മൈനക്കുഞ്ഞനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പറപ്പിക്കാൻ. ഇപ്പോൾ മിക്കവാറും സബ്ജ കുഞ്ഞന്മാരെ വിടാൻ കഴിയലുണ്ടാവില്ല. ഒരു മുത്ത സബ്ജ കുഞ്ഞനെ വിടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനി. അപ്പോൾ പ്രാവ് സ്റ്റാൻഡായ പറവയിലാണ് പറക്കുന്ന പ്രാക്കളൊക്കെ. മോശമൊന്നുമില്ല, കറക്റ്റ് പറവയാണ് പറക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിനും കൂടി സബ്ജ കുഞ്ഞിനെ കൂടിയും പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കുഞ്ഞന്മാർ നമ്മളതിന് മിസ്സാവും. കാരണം ഒക്കെ ചെട്ട ഇളകിയ കുഞ്ഞന്മാരാണ്. സബ്ജ കുഞ്ഞിനൊക്കെ 4:30 നമുക്ക് വിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു 6:30 സുഖമായിട്ട് നമ്മൾ ഇറക്കാൻ പറ്റിയ പ്രാക്കളാട്ടോ. പെട്ടെന്ന് ടൈമിലേക്കും കയറും പ്രാവ്. മടിയൊന്നുമില്ല പ്രാക്കൊക്കെ പറക്കാനൊന്നും. ചടപ്പിട്ടിട്ട് ഇതുവരെ കളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതാവുമ്പോഴാണ് പിന്നെ പ്രാക്കൊക്കെ ഒരു സീൻ കുടുങ്ങൽ. എന്തായിരിക്കും അറിയാം. നമ്മൾ നോക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ മറ്റേ പ്രാവിനെ പറപ്പിക്കുന്നതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് വീഡിയോ അല്ലാണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. സബ്ജ കുഞ്ഞന്മാരൊക്കെ പറപ്പിക്കുന്നത്. ഇപ്പോൾ മച്ചാനെ സമയം ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ പ്രാക്കൾ ഇതാ പറക്ക തന്നെയാണ്. ചടപ്പൊന്നും ഇട്ട് പറക്കൊന്നുമില്ല കേട്ടോ. കറക്റ്റ് സ്റ്റഡി ആയിട്ട് തന്നെ കേട്ടോ പ്രാക്കൾ പറക്കുന്നത്. നമ്മൾ വേറെ ഇത് സബ്ജ കുഞ്ഞനെ വിടണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ വിടുന്നില്ല. ഇനി വിട്ട പ്രാവ് എന്തായാലും ഇറ്റാവുന്നുള്ള ഉറപ്പാട്ടോ. കാരണം ഈ പറവ പറക്കുന്ന പ്രാക്കൾക്ക് നമ്മൾ വേറെ കുത്തുകൂടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തുണക്കൊരു പ്രാവും കൂടി ഇതിൻ്റെ കൂടെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ പ്രാക്കൾ എന്തായാലും ഇറ്റാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും വിടുന്നില്ല കേട്ടോ സബ്ജ കുഞ്ഞനെ. വേറെ ഒരു 2 പ്രാന കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ കൊണ്ടുവന്ന ആളിതാട്ടോ കമ്പനിക്കാരനാണ്. 3 പ്രാവുണ്ട് കേട്ടോ. സോറി, 3 പ്രാവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞന്മാരിതാ പറക്കുന്നുണ്ട്. ഹോമർ ഇതാട്ടോ. ഹോമറിനൊന്ന് വിടണം. ഹോമറിനെ പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹോമർ കുറച്ചൊന്ന് ഒന്നുപോലെ സെറ്റായിക്കോളൂ. ഒന്ന് ഉണർവ് വന്നിട്ടുണ്ടാവും പ്രാവിന്. പൊട്ടിക്കലൊക്കെ അത് കേട്ടപ്പോളേ. മറ്റേ വാക്കതാട്ടോ പുതിയ കൊണ്ടുവന്ന കുറച്ച് പ്രാവുണ്ട് കേട്ടോ. 3 എണ്ണം. ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ തെങ്ങൊരു സീനാണ്. ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ തെങ്ങിൻ്റെ. ഞാൻ എൻ്റെ കമ്പനിക്കാരനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നോട് വെച്ചോ ആ തെങ്ങിൻ്റെ മുകളിൽ ഇറങ്ങുമെന്ന്. ആണ് തെങ്ങിൻ്റെ മുകളിലല്ല, അതിൻ്റെ മുകളിൽ പ്രാവ് ഇറങ്ങുന്നില്ല. അതിൻ്റെ മുകളിൽ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട് കേട്ടോ. വാക്ക താന്ന് കണ്ട ഒരു തെങ്ങിൻ്റെ ലെവലിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഡ്രൈവർ ഇറങ്ങിയില്ലേ. ഡ്രൈവറാണ് നേതൃത്വം നൽകണത്. ഓ
പ്രാവ് പേടിച്ചെടുക്കുന്നുണ്ട്, വെട്ടുകളി വന്നിട്ട്. നല്ലൊരു ഹോമർ തന്നെ കേട്ടോ, രക്ഷയില്ലാത്ത പ്രാവാ. പ്രാക്കത് ഇറങ്ങണ എവിടെയാ നോക്കിക്കോളേ. പ്രാക്ക് രണ്ടിറങ്ങിയിട്ടേ, 2 പറ കുഞ്ഞാൽ ഇറങ്ങിയിട്ടതാ. കാണിച്ചിട്ട് ഞാൻ 2 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സബ്ജക്ട് കുഞ്ഞാൽ അടിച്ചളിക്കുന്നുണ്ട്. ഇതാ നമ്മളെ ഹോമർ കത്തങ്ങതാക്കണ, മറ്റേ കത്തങ്ങതാ സബ്ജക്ട് കുഞ്ഞാതാട്ടോ. അപ്പോൾ അതാ വായക്കോട്ടിലിതാ നമ്മൾ സബ്ജക്ട് കുഞ്ഞിനെ വിട്ടിയില്ല. സംഭവം എന്താ വെച്ചാൽ ഇന്ന് വിട്ടിൻ്റെ ഇറങ്ങി തരില്ല കേട്ടോ, 3 എണ്ണം പോയി പോകും. മൈനക്കുഞ്ഞാതാട്ടോ, മൈനക്കുഞ്ഞ് അടിച്ചളിക്കാനായതാ. ഇപ്പോൾ ചെറിയ ഞാൻ കുഞ്ഞന്മാരൊക്കെ ഇറങ്ങിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കത്തങ്ങ കുഞ്ഞാതായി 2 കത്തങ്ങളാട്ടോ ഇന്ന് പറഞ്ഞായിട്ടുകൾ. നമ്മൾ പുറത്തൊക്കെ കുഞ്ഞാതായിട്ട് നമ്മൾ കുത്തിരിക്കുന്നുണ്ട്, എല്ലാം ഇറങ്ങുള്ളൂ. സബ്ജക്ട് കുഞ്ഞന്മാരിതാ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു നല്ലൊരു പർപ്പീന വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം.